ഹായ്, എൻ്റെ പേര് അജ്വ ബഷീർ. ഞാൻ AMHS സിറൂക്കാറിലെ 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ XandY ലേണിങ്ങിലെ 9th സ്റ്റാൻഡേർഡ് ബാച്ച് 1ലെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഞാൻ ഈ XandY ലേണിംഗ് എന്ന ആപ്പിലോട്ട് വന്നത് എന്ന കഥയാണ്. 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം ഞാൻ NMMS എന്നുള്ള എക്സാം എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. 7th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 8th സ്റ്റാൻഡേർഡിലോട്ട് പോകുമ്പം എനിക്ക് ആക്ച്വലി ഒരു കുഴിയിലോട്ട് വീണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഒന്നും അറിയില്ല, അതെൻ്റെ അവസ്ഥയായിരുന്നു. ഫിസിക്സ് അറിയില്ല, കെമിസ്ട്രി അറിയില്ല, മാത്സ് അറിയില്ല. ബേസ് ഇല്ല എന്നായിരുന്നു എൻ്റെ കുഴപ്പമുണ്ടായിരുന്നത്. ഞാൻ തിയറീസൊക്കെ ആക്ച്വലി എന്താ പറയുക, അത് ഞാൻ മനപ്പാടാക്കി പഠിക്കില്ല, അതേപോലെ നമ്മൾ ബൈ ഹാർട്ടാക്കി പഠിക്കുന്ന പോലെ ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചേലും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റായി തോന്നിയിട്ടുള്ളത് ബയോളജി ആയിരുന്നു. അങ്ങനെ ആ സമയത്ത് ഫൗണ്ടേഷനോ എനിക്ക് ആ ഒരു ബേസ് തന്നെ ഇല്ലായിരുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ, അതിലായിരുന്നു. അങ്ങനെ ഞാൻ NMMS എഴുതാൻ പോവായിരുന്നു. NMMS എഴുതാൻ പോയപ്പം എൻ്റെ സാറ് ഖാലിദ് സാറ് എനിക്കൊരു ലിങ്ക് വിട്ടന്നു, 4 ദിവസം കൊണ്ട് NMMS നേടാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ആ ചാനലിൻ്റെ പേരാണ് XandY ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതിന് ഫസ്റ്റ് ക്ലാസ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷഫീർ സാറായിരുന്നു. അപ്പോൾ ഷഫീർ സാറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം മാറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങോടെ തന്നെ ഷഫീർ സാർ എടുത്തു. പിന്നെ അത് മെൻഡി എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, ആ ഗെയിമിൽ ഞാൻ കളിച്ചു, പക്ഷെ ആ സമയത്ത് എനിക്ക് കിട്ടിയില്ല. പിന്നെ അസീം സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു മാത്സ്, അതിനെനിക്ക് മെൻഡിയിൽ പിന്നെ ഒരു 9th പൊസിഷനിലൊക്കെ എത്താൻ സാധിച്ചു. പിന്നെ നിയാസ് സാറ്, ബാസിൽ സാറ്, അജ്മൽ സാറ്, ഇവർ അതിലൊക്കെ മെൻഡിയിലൊക്കെ കളിച്ച് നല്ല രീതിക്കൊക്കെ വരുന്ന സമയത്താണ് NMMS എഴുതി കഴിഞ്ഞു. അവരെ മോട്ടിവേഷനൊക്കെ കിട്ടി, ഭയങ്കര ഒരു ത്രില്ലായിരുന്നു NMMSന് വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് NMMS കിട്ടി. അപ്പോൾ NMMS കിട്ടിയതിന് ശേഷം അതൊരു നമ്മളെ വെക്കേഷൻ സമയമാകുമ്പോൾ സമ്മർ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു, XandY ലേണിംഗ് തന്നെ. അപ്പോൾ അതിൽ തന്നെ ഞാൻ കണ്ടു 2 weeks ട്രയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ എന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു മെൻറ്റർ വിളിച്ചു, നീതു മാം എന്നായിരുന്നു പേര്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് 1 hour 2 hours പോലെ ലാഗിങ് ക്ലാസ്സസ് ആയിരുന്നു എന്നായിരുന്നു. കാരണം ഞാൻ ഇതിന് മുമ്പ് ട്യൂഷൻ സെൻ്ററിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആക്ച്വലി ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും പറ്റിയില്ല. അപ്പോൾ അതേപോലെയാണെന്ന് വിചാരിച്ച് ഞാൻ നീതു മാമിനോട് ചോദിച്ച് എനിക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ പോരെ ചോദിച്ചു. അപ്പോൾ മാം ഒരു ചിരി ചിരിച്ച്, ആ ചിരിൻ്റെ ഉള്ളടക്കം എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ്സസ് കണ്ടപ്പോൾ ആദ്യത്തെ ക്ലാസ് ആകെ ഒരു 20 മിനിറ്റോളം ഉണ്ടായിരുന്നു. ഞാൻ നെക്സ്റ്റ് അടിച്ചു നോക്കി, പക്ഷേ പിന്നത്തെ ക്ലാസ് കിട്ടിയില്ല. പിന്നെ സെക്കൻഡ് ഡേയും അതേപോലെ തന്നെ ഒരു ലോങ് ടൈം അല്ലാണ്ട് ഷോർട്ട് ടൈമിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഷോർട്ട് ടൈമിൽ എനിക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് വളരെയേറെ ആയിരുന്നു. അങ്ങനെ ആ ഒരു ഇത് ഞാൻ കണ്ടു. പിന്നെ ആ ക്ലാസ്സസൊക്കെ കണ്ടു. 2 weeks ട്രയൽ കഴിഞ്ഞിട്ട് നീതു മാം ചോദിച്ചു എന്നോട് എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു. അവർ ആ ഒരു ഇതിൽ ലൈവിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇൻട്രസ്റ്റ് കാരണം ഉപ്പനോട് പറഞ്ഞു, ഉപ്പ അത് എന്താ പറയുക, ഉപ്പ അത് നേരാക്കി തന്ന്. അങ്ങനെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓർക്കുന്നത് ഒരു സ്ട്രിക്റ്റ് പേഴ്സൺ ആണ്. ഒരു ടീച്ചർ നോക്കുമ്പം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേഴ്സണ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതൊക്കെ ഭയങ്കര മാറ്റി മറിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ XandYയിൽ വന്നപ്പം. ടീച്ചേഴ്സ് ആർ നോ മോർ ലൈക്ക് എ സ്ട്രിക്റ്റ് പേഴ്സൺ ടു മീ, ദേ ആർ ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞാൻ എപ്പോൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിലും പറഞ്ഞുതരും. അതൊരു ക്വാളിറ്റി തന്നെയാണ്, അത് എല്ലാ ടീച്ചേഴ്സിനും പറ്റുന്നതല്ല. എപ്പോഴും ഏത് സമയത്തും പറഞ്ഞുതരും. ഞാൻ ആദ്യം കണ്ട ക്ലാസ് എന്ന് പറയുന്നത് നിയാസ് സാറിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ നിയാസ് സാർ ആണ് എൻ്റെ ബെസ്റ്റ് ടീച്ചർന്ന്. പിന്നെ ഞാൻ ഷഫീർ സാറിൻ്റെ കണ്ടു, അപ്പോൾ ഷഫീർ സാറും പൊളിയാണല്ലോ, ഇനി ഇവർ രണ്ടുമാണ് എൻ്റെ ബെസ്റ്റ് ടീച്ചേഴ്സ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാസിൽ സാറിൻ്റെ, അസീം സാറിൻ്റെ എല്ലാതും കണ്ടപ്പോൾ മനസ്സിലായി ഇവരെല്ലാവരും പൊളിയാണെന്ന്. കാരണം എനിക്ക് ഏത് സമയത്ത് ഡൗട്ട് ഉണ്ടായാലും ഞാൻ ചോദിക്കും, അത് എല്ലാതും ഉത്തരം പറഞ്ഞു തരും ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിലൊരു എന്താ പറയുക, എല്ലാ ടീച്ചേഴ്സിനും അത് കഴിയുന്ന ഒരു സംഭവമല്ല ഡൗട്ട് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അത് എനിക്കൊരു സ്പെഷ്യലായിട്ടാണ് തോന്നിയത്. ലൈവ് സെക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ലൈവ് സെക്ഷൻസിലും എനിക്കിപ്പോൾ ക്ലാസ് കണ്ടിട്ട് ഈ ഭാഗത്തൊരു ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ലൈവ് സെക്ഷൻസിൽ എനിക്ക് ചോദിക്കാനും പറ്റും. പിന്നെ കുറച്ചൊക്കെ ഭയങ്കര ഡിഫറൻസ് തോന്നിയത് എനിക്ക് മെറ്റീരിയൽസിലായിരുന്നു, സ്റ്റഡി മെറ്റീരിയൽസ്. കാരണം നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗം കഴിഞ്ഞാലോ അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. കാരണം അത് നീറ്റ് ലെവൽ അതേപോലെ തന്നെ JEE ലെവൽ ആ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അധികം അത് ഇഷ്ടമായിപ്പോയി. ആ ഒരു രീതിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അത്
വേറൊരു ആപ്പും പ്രൊവൈഡ് ചെയ്യില്ല എന്ന് എൻ്റെ വിശ്വാസം. കാരണം മെറ്റീരിയൽസ് തരിക, പുസ്തകം തരിക, അതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫോർ അവർ ബെറ്റർ ഫ്യൂച്ചർ. അതെനിക്ക് ഭയങ്കര ഒരു വലിയ ഡിഫറൻസ് ആണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് കാണാൻ കഴിയുന്നത്. കാരണം മാത്സ് ആയാലും ഫിസിക്സ് ആയാലും, ഫിസിക്സ് ഒന്നും എനിക്ക് ഒന്നും അറിഞ്ഞില്ല, ഡിസ്റ്റൻസ് എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ, ഒന്നും അറിഞ്ഞില്ല. ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലായതും അറിഞ്ഞതും ഒക്കെ. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്കിനി ഭാവിയിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ദസ് എ ബിഗ് ഡിഫറൻസ്, എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഉണ്ട് XandYയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളും തമ്മിൽ. എൻ്റെ എയിം, എൻ്റെ ആഗ്രഹം, അതൊക്കെ എൻ്റെ മനസ്സിലോട്ട് വന്നത് when I was 4. ഞാൻ 4 വയസ്സായപ്പോഴാണ് ഒരു ഡോക്ടർ ആവണമെന്ന്. പിന്നെ അതിങ്ങനെ പോയി ആ ഡോക്ടറിനെ ഫിക്സ് ആയിട്ട് വരുന്ന സമയമാണ് 8th 9th എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ സമ്പ്രദായം എന്ന് പറയുന്നത് റിപ്പീറ്റ്, റിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ് പോലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എനിക്ക് അതിനോട് അത്രയ്ക്ക് താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ടിട്ട് ആ 1 year എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്ട്രെസ്സാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് അനുഭവിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കുറച്ച് മുമ്പ് തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ ആ ഒരു സമയത്ത് എനിക്ക് സ്ട്രെസ് അനുഭവിക്കേണ്ട കാര്യമല്ല. ഈ നാട്ടിലൊക്കെ എന്ന് പറയുന്നത് +1 +2ക്ക് ശേഷമാണ് കുട്ടികൾ ഇതിനൊക്കെ ശ്രമിക്കുക. അതിനെക്കുറിച്ച് അറിയാനേ +1 +2 എന്താണ് അവളെ എയിം, ഡ്രീം, അതൊക്കെ തിരഞ്ഞെടുക്കുന്ന തന്നെ ആ ഒരു സമയത്താണ്. പക്ഷേ അത് ആക്ച്വലി ഒരു റോങ് തിങ് ആണ്. കാരണം നമ്മൾ തുടത്തേണ്ടത് മുൻപാണ്. ഒരു 8th 9th ഫൗണ്ടേഷൻ ക്ലിയർ ആയാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അതാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായത്. അപ്പോൾ എനിക്കിതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ലേറ്റ് ആവരുത് നിങ്ങൾ. 8th എനിക്കൊരു തോന്നൽ നടത്തിയിട്ടുണ്ടായിരുന്നു, എനിക്ക് മുമ്പ് തന്നെ വേണം, അല്ലെങ്കിൽ ഇതിന് മുമ്പ് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രാക്ടീസ് വേണമെന്ന്. ബട്ട് ദാറ്റ് വാസ് എ ലാക്ക് ഓഫ് ഗൈഡൻസ് ദെയർ. ഒരു ഗൈഡൻസിൻ്റെ ലാക്കായിരുന്നു. ഉപ്പ എന്നോട് പറഞ്ഞാൽ, ഞാൻ ഉപ്പാനോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 8th നിന്ന്, ഉപ്പ ഇങ്ങനത്തെ വല്ല ഇതുണ്ടോ, പുസ്തകങ്ങളുണ്ടോ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഉപ്പ പറഞ്ഞു നമുക്ക് ഗൈഡൻസ് ഇല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ ഒരു ഗൈഡൻസ് കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം ദിസ് വിൽ മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. XandY Learning, better foundation, brighter future.